അറിയത്തില്ല. എന്തായി? അതിനകത്താ കരഞ്ഞോണ്ട് കിടക്കുക. പേടിക്കണ്ട ചാണ്ടിച്ച, ഞങ്ങളെ ജില്ലയുടെ. അയ്യോ, നിങ്ങളെല്ലാരും ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എന്തുട്ടെന്നാലും ഇത് കണ്ടതൊന്നും ചാണ്ടിച്ചാനെ പറയാമോളി ഉണ്ടെന്നാലും ഡോക്ടർ ഡോക്ടർ അയ്യോ കർത്താവേ, എന്ത് പറ്റി ഡോക്ടർ? വല്ല സാഡ് ന്യൂസ്? സാഡ് ന്യൂസ് ഒന്നും അല്ലടോ. ഡോർ ക്ലോസ്. അത് കാരണം അങ്ങോട്ട് കേറാൻ നോക്കുന്നില്ല. Mr. Chandi, come with me. You have to push. എന്നെ പുഷ് ചെയ്യാനല്ലോ പറഞ്ഞത്. പിന്നെ എടോ അകത്ത് വന്ന പുഷ് പുഷ് എന്ന് പറയാം. അങ്ങനെ ചാണ്ടിച്ചാലും മാത്രം പറയണ്ട. പൊന്നമ്മ ചേച്ചി ലേബർ റൂമിലായിരുന്നപ്പം ചാക്കോച്ചന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടതാ. പിന്നെ ഇന്നാളെ കോട്ടയത്ത് അച്ഛനല്ലേ വരുന്നത്. അച്ഛനെന്താ ഇവിടെ പള്ളിപ്പിരിവിനായിരിക്കും. കഴിഞ്ഞ ആഴ്ച മലയാളം കുർബാനയ്ക്ക് കണ്ട ആ അച്ഛനോ? എന്താ അച്ഛന്റെ പേര്? എന്താ? അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് ഒന്നല്ല, റവറൻഡ് ഫാദർ മോർ ആൻഡ് മോർ അൺകോൺഷ്യസ്. അങ്ങനെ അൺകോൺഷ്യസ് ഒന്നല്ല. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖം തന്നെയല്ല അൺകോൺഷ്യസ് അച്ഛോ? ഞാനേ എന്റെ നാമം അൺകോൺഷ്യസ് എന്നല്ല, അലോഷ്യസ് എന്നാകുന്നു. ക്ഷമിക്കണം അൺകോൺഷ്യസ് അലോഷ്യസ് അച്ഛോ. എന്നോട് അലോഹ്യൊന്നും തോന്നരുതാ. എന്തായാലും അച്ഛൻ ഇപ്പോഴും വന്നത് നല്ലൊരു ഐശ്വര്യായി. വേണ്ട വക്കച്ച, അധികം സുഖിപ്പിക്കല്ലേ. ഐശ്വര്യാറായി ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഐശ്വര്യമായി എന്ന് നീ പറഞ്ഞേനെ. അപ്പൊ അച്ഛൻ ഐശ്വര്യാറായി സിനിമകൾ കാണാറുണ്ടല്ലേ? ഓ, ഞാൻ അവരുടെ ഒരു പടം 2-3 തവണ കണ്ടിരുന്നു. ദേവദാസി എന്നോ മറ്റോ. അച്ഛന് പറ്റിയ പടം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ സംസാരിച്ചു. അതിരിക്കേണ്ട വക്കച്ച, കഴിഞ്ഞ ആഴ്ചയില് കുർബാനയുടെ സമയത്ത് ഇതിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 7-ാം പ്രമാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നീ അസ്വസ്ഥനാവുകയും പിന്നീട് 6-ാം പ്രമാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നീ വീണ്ടും ശാന്തനാവുകയും ചെയ്തു. അതച്ചോ, ഞാനത് എന്തു തന്നെ ആയാലും പഠിക്കാതെ പറയൂ കുഞ്ഞാടേ. അത് 7-ാമത്തെ പ്രമാണമായ നീ മോഷ്ടിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. എന്റെ സെൽഫോൺ ആരോ മോഷ്ടിച്ചു. അപ്പൊ ഞാൻ ആകെ അസ്വസ്ഥനായി. പിന്നീട് 6-ാം പ്രമാണമായ നീ വ്യഭിചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് ശാന്തനായി കുഞ്ഞേ? അതച്ചോ, നീ വ്യഭിചരിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് എന്റെ സെൽഫോൺ മറന്നു വെച്ച സ്ഥലം. എവിടെയായിരുന്നു കുഞ്ഞാടേ? അച്ഛനാണ് കൊള്ളാം.